കുറ്റാന്വേഷണത്തിനുള്ള ആദ്യത്തെ ലീഡ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അവർ എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക? കേസ് അന്വേഷണത്തിൻ്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊലയാളി വെറുതെയിരിക്കുമോ? എല്ലാ ഭാഗവും മുഴുവൻ നിങ്ങൾ വായിക്കും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോഴേക്കും ചന്തമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ജീവൻ ജോസിൻ്റെ ഫോണിലേക്ക് വന്നു. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മഹേന്ദ്രൻ കൊടുത്തിരുന്ന മെസ്സേജിൻ്റെ ആദ്യ പ്രതികരണം ലഭിച്ചതാണ് അത്. ആ സന്ദേശത്തിൽ കൊടുത്തിരുന്ന ആളിൻ്റെ ചിത്രം 10 വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും മിസ്സിംഗ് ആയ ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത അംഗത്തിൻ്റേതാണ് എന്ന് സംശയിക്കുന്നതായിട്ടാണ് ചന്തമുക്ക് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരം. മോഹനൻ സാറും റാംജിത്ത് സാറും വന്നിരുന്നെങ്കിൽ നമുക്ക് എത്രയും വേഗം ചന്തമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമായിരുന്നു. ഒരു അത്യാവശ്യ കാര്യം ഉണ്ട്. നായ വാസുവിൻ്റെ കൊലപാതകം നടന്ന സ്ഥലത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതുകൊണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു. മൃതദേഹം ആദ്യമായി കണ്ടയാളോട് അവിടെ തന്നെ നിൽക്കണമെന്നും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും ജീവൻ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു. അയാൾ പോകാതിരിക്കാൻ വേണ്ടി അയാൾക്കുമേൽ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മൃതദേഹം ആദ്യം കണ്ടയാളുടെ പേര് വാസു എന്നാണ്. വാസുവിനെ ഇങ്ങോട്ട് വിളിക്കാൻ ജീവൻ ജോസും എബിയും പറഞ്ഞതനുസരിച്ച് അയാൾ അങ്ങോട്ട് വന്നു. നിങ്ങളുടെ പേരെന്താണ്? വാസു. കൊല്ലപ്പെട്ടയാളിൻ്റെ പേരും ഇതുതന്നെയല്ലേ? അതെ, ഞാൻ വിളിക്കുന്നത് വാസുവേട്ടൻ എന്നാണ്. വാസുവിൻ്റെ തൊഴിലെന്താണ്? അത് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേക തൊഴിലൊന്നുമില്ല. കാട്ടുപന്നിയെ പിടിക്കാൻ കുടുക്ക് വയ്ക്കും, ചിലപ്പോൾ പന്നിപ്പടക്കവും വയ്ക്കും. 2-3 ആഴ്ച കൂടുമ്പോൾ ഒരെണ്ണത്തിനെ കിട്ടും. അതാണ് സാറേ എൻ്റെ ജീവിതമാർഗം. വീടും കുടിയും ഒന്നുമില്ലാത്തതുകൊണ്ട് അത് മതി. അയാൾ വാചാലനായി. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനും രീതിക്കാരനുമാണെന്ന് മനസ്സിലാക്കാൻ അത്രയും കൊണ്ട് മതി. നിയമവിരുദ്ധമായി കാട്ടുമൃഗങ്ങളെ പിടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് അയാളുടെ പണി. ഒരു മടിയുമില്ലാതെ അത് പറയുകയും ചെയ്തു. ചിലപ്പോൾ അയാൾക്ക് അറിയില്ലായിരിക്കാം കാട്ടുമൃഗങ്ങളെ പിടിക്കരുതെന്നും വിൽക്കരുതെന്നും. കാട്ടുപന്നിയെ കുടുക്ക് വെച്ച് പിടിക്കാനും പടക്കം വെച്ച് പിടിക്കാനും നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? അതിനെന്തിനാ സാറേ പ്രത്യേക അനുവാദം? എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഞങ്ങളുടെ പണി അതാണല്ലോ. ആരും ഇതുവരെയും അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുമില്ല. ഒരെണ്ണത്തിനെ കിട്ടിയാൽ കുറച്ചിറച്ചിയെങ്കിലും ഞാൻ കൊണ്ടുപോയി ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ തൽക്കാലം ആ കാര്യത്തെപ്പറ്റി അന്വേഷിക്കാനോ കേസെടുക്കാനോ സമയമില്ല. അതുകൊണ്ട് അവർ തങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വാസു കൊല്ലപ്പെട്ട വിവരം നിങ്ങളാണല്ലോ മെമ്പറെ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ അറിഞ്ഞതെങ്ങനെയാണ്? വാസുവേട്ടൻ്റെ വീടിൻ്റെ പുറകിലായി വനത്തിൻ്റെ അതിർത്തിയിൽ ഞാൻ 1-2 കുടുക്ക് വെച്ചിട്ടുണ്ട്. വിവരം ഞാൻ അയാളോട് പറയുകയും ചെയ്തു. പലപ്പോഴും അത് പോയി നോക്കുന്നത് വാസുവേട്ടനാണ്. ബാക്കിയുണ്ടായിരുന്ന സ്ഥലങ്ങളിലെ കുടുക്കുകളെല്ലാം പോയി നോക്കിയിട്ട് ഒന്നിലും ഒരു പന്നി പോലും വീണിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവസാനമാണ് വാസുവേട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നത്. അവിടെയെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. വാസുവേട്ടൻ്റെ വീട്ടിൽ നിന്നും അനക്കമൊന്നും കാണാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്ന വിചാരത്തിൽ ഞാൻ പോയി വെച്ചിരുന്ന കുടുക്ക് നോക്കി. ഒന്നിലും ഒരു മൃഗം പോലും വീണിട്ടില്ല. എന്താണെങ്കിലും ഇനി വാസുവേട്ടൻ്റെ അടുത്ത് നിന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയെങ്കിൽ അത് കഴിച്ചിട്ട് അടുത്ത പണി എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വാസുവേട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നത്. അകലെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് വന്നത്.
പക്ഷെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വീട്ടിൽ വന്ന് അകത്തേക്ക് ഒന്ന് നോക്കി. കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കാട്ടുപന്നിയെ കഴുത്തറുത്ത് കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത തനിക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു ആ കാഴ്ച എന്ന് അയാൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണല്ലോ, ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ എത്ര വഴികളുണ്ട്. സാറുമാർ വന്ന വഴിയേ വരാം. വണ്ടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അതുവഴി വരുന്നതാണ് നല്ലത്. പിന്നെ നല്ല പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു വഴി കൂടി ഉണ്ട്. ഏതാണെങ്കിലും പറഞ്ഞോ, വിവരമറിയാമല്ലോ. ജീവൻ ജോസിനും എബിക്കും ക്ഷമ കെട്ടിരുന്നു. അത് വാസുവേട്ടൻ്റെ വീടിൻ്റെ പിന്നിൽ നിന്നും വനത്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയാൽ വനത്തിലൂടെ തന്നെ പോയി റോഡിലെത്തുന്ന വഴിയാണ്. ആ വഴി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ജീവൻ ജോസിന് തോന്നി. എബിയെയും കൂട്ടി വാസുവിനോടൊപ്പം ആ വഴി കാണാൻ വേണ്ടി അവർ മുന്നോട്ട് നീങ്ങി. സംഘത്തിലെ ബാക്കി അംഗങ്ങളോട് ചന്തമുക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ നടന്നു നീങ്ങിയത്. വാസു വനത്തിൻ്റെ അതിർത്തി വരെ മുൻപിൽ നടന്നു. വഴി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും പിന്നാലെ വന്നത്. മുന്നിലേക്കുള്ള വഴി വ്യക്തമായി കാണാം എന്ന് തോന്നിയതുകൊണ്ട് വാസുവിനോട് പിന്നാലെ വരാൻ പറഞ്ഞിട്ട് ജീവൻ മുൻപേ നടന്നു. വളരെ സൂക്ഷ്മമായി വഴിയുടെ ഇരുപുറവും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നടന്നത്. ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുമെന്ന് ജീവൻ്റെ മനസ്സ് പറയുന്നതുകൊണ്ടാണ് അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നത്. പെട്ടെന്ന് അയാൾ നിന്നു. കുനിഞ്ഞ് എന്തോ ഒന്ന് നോക്കിയതിന് ശേഷം എബിയെ മുന്നോട്ട് വിളിച്ചു. ചോര പുരണ്ട 2-3 പച്ചിലകളായിരുന്നു അത്. ചുരുട്ടിയ നിലയിൽ വഴിയിൽ നിന്നും അല്പം മാറിക്കിടന്നിരുന്നതാണ്. വളരെ ശ്രദ്ധയോടെ നോക്കിയതുകൊണ്ടാണ് അത് കണ്ടു കിട്ടിയത്. കൈകളിൽ ചോര പുരണ്ടാൽ അത് തുടച്ചു കളയാൻ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അത്. അവൻ ഈ വഴി തന്നെയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് എടുക്കണം. മുന്നോട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വേണം. ആ ഒറ്റയടി പാതയിലൂടെ റോഡ് വരെ അവർ നടന്നു. എങ്കിലും പിന്നീട് എവിടെ നിന്നും അത്തരം ചോര പുരണ്ട പാടുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. റോഡിലിറങ്ങി ജീവൻ ജോസും എബിയും വിശദമായി അവിടം പരിശോധിച്ചു. രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്തതിൻ്റെ അടയാളമാണ്. അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം എന്നവർക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അവർ രണ്ടുപേരും 2 വശങ്ങളിലേക്ക് ശ്രദ്ധാപൂർവം നടന്നുപോയി. വാസുവിനെ അവിടെ തന്നെ നിർത്തുകയാണ് ഉണ്ടായത്. മുന്നോട്ട് പോയ ജീവൻ ജോസ് റോഡിൻ്റെ ഒരു വശത്ത് തന്നെ ഒരു വാഹനത്തിൻ്റെ ചക്രങ്ങളുടെ പാടുകൾ കണ്ടെത്തി. അവിടെ നിന്നും ആ ടയർ പാട് കൃത്യമായി നോക്കി മനസ്സിലാക്കി ഒരു നിഗമനത്തിൽ എത്തി. അതോടൊപ്പം ആ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. 4 ചക്രങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തി കഴിഞ്ഞു. അപ്പോഴേക്കും മറുവശത്തേക്ക് നിരീക്ഷണത്തിന് പോയ എബി തിരിച്ചു വന്നു. അവിടെയൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കണ്ടില്ല. നീ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇതാ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ നിന്നും മുൻപോട്ടാണ് പോയിരിക്കുന്നത്. പിന്നിലെ ചക്രത്തിന് ഗിയർ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമർദ്ദത്തിൻ്റെ അടയാളമാണ് ഈ കാണുന്നത്. കൊലയാളി വന്നത് ഒരു 4 ചക്ര വാഹനത്തിലാണ് എന്ന കാര്യം തീർച്ച. ഒന്നുകിൽ അത് കാർ ആയിരിക്കാം, അല്ലെങ്കിൽ താർ പോലുള്ള ജീപ്പായിരിക്കാം. വനത്തിലൂടെ വന്നതായതുകൊണ്ട് ജീപ്പായിരിക്കാനാണ് സാധ്യത. അവിടെ നിന്നും പിന്നെ മുന്നോട്ട് റോഡിലൂടെ നിരീക്ഷണം നടത്തിയതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നറിയാവുന്നതുകൊണ്ട് ജീവൻ ജോസും എബിയും വാസുവിനെയും കൂട്ടി തിരിച്ചു നടന്നു. പോയ വഴിയിലും നിരീക്ഷണം നടത്തിയെങ്കിലും കൂടുതലായി ഒന്നും കിട്ടിയില്ല. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും DYSP മോഹനൻ സാറും SP രാംജിത്ത് സാറും അവിടെ എത്തിയിരുന്നു. അവർ സർക്കിൾ ഇൻസ്പെക്ടർമാരെ കാത്തു നിൽക്കുകയായിരുന്നു. മോഹനൻ സാർ ചോദിച്ചു, വനത്തിലൂടെ പോയിട്ട് എന്തെങ്കിലും കിട്ടിയോടാ? പോയത് നീയല്ലേ? എന്തെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരാനാണ് സാധ്യത.
കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല, അവൻ അതുവഴിയാണ് പോയത് എന്നുള്ള കാര്യം തീർച്ചയായി. എങ്ങനെയാണ് പോയതെന്നും മനസ്സിലായി. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എബി നോക്കിക്കോളും. ചന്തമുക്ക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച കാര്യവും അവിടെ നിന്ന് കിട്ടിയ വിവരം അറിഞ്ഞതും കൊണ്ട് അങ്ങോട്ട് അന്വേഷണത്തിന് പോകാൻ മോഹനൻ സാറിൻ്റെ അനുവാദം ചോദിച്ചു. അദ്ദേഹം അനുവാദം കൊടുക്കുകയും ചെയ്തു. അവർ ചന്തമുക്ക് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഹരിലാൽ അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജീവൻ ജോസിനെ സല്യൂട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം തുടർന്നു. ലഭിച്ച വിവരങ്ങൾ വെച്ച് ഇവിടുത്തുകാരനായ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ആദ്യം അന്വേഷണം തുടങ്ങിയത്. അവരെ കാണാനില്ലെന്ന് പരാതി തന്ന ഒരാളുണ്ടല്ലോ, അയാളെയും നേരത്തെ പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥനെയും നമുക്ക് ഒന്ന് കാണണം. അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഹരിലാൽ തന്നെ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോവുകയാണ് ചെയ്തത്. ഹരിലാലിന് വേറെ തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം വന്നില്ല. ജീവൻ ജോസും സംഘവും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉപേന്ദ്രൻ്റെ വീട്ടിൽ എത്തി. ഗ്രേഡ് SI ആയി റിട്ടയർ ചെയ്തയാളാണ് ഉപേന്ദ്രൻ. കണ്ടാൽ അത്രയും പ്രായം പറയില്ല. അരോഗദൃഢഗാത്രനാണ്. നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന മുഖവും മുകളിലേക്ക് പിരിച്ചു വച്ചിരിക്കുന്ന മീശയും കണ്ടാൽ തന്നെ അറിയാം അയാൾ പഴയ ഒരു പോലീസുകാരനാണെന്ന്. അദ്ദേഹം അവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് അധികകാലമായില്ല. അയാൾ താമസം വരുന്നതിന് മുൻപാണ് ഇവരുടെ മിസ്സിംഗ് ഉണ്ടായത്. അയാൾക്ക് അറിവുള്ള കാര്യങ്ങൾ ജീവൻ ജോസുമായി പങ്കുവച്ചു. ഞാൻ അറിഞ്ഞതിന് പ്രകാരം ആ വീട്ടുകാർക്ക് ചാത്തൻ സേവയോ മറ്റോ ഉണ്ടായിരുന്നു. അവർ ആ കാര്യങ്ങൾക്കായി പലയിടത്തും കുടുംബസമേതം പോവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവരുടെ തിരോധാനം പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അവരെപ്പറ്റി പിന്നീട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഉപേന്ദ്രൻ പറഞ്ഞു എങ്കിലും പരാതി കൊടുത്ത ആളിൽ നിന്നുമാണ് ആധികാരികമായ വിവരങ്ങൾ അവർക്ക് ലഭിക്കേണ്ടിയിരുന്നത്. മാത്രവുമല്ല, ഉപേന്ദ്രന് അവരെ നേരിട്ട് പരിചയവുമില്ലല്ലോ. ഉപേന്ദ്രനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പരാതി കൊടുത്ത ആളിനെ തിരഞ്ഞ് അവർ പോയത്. കാണാതായവരുടെ കുടുംബത്തിന് അവിടെ അറിയപ്പെടുന്ന വീട്ടുപേര് ചാത്തൻ പറമ്പിൽ എന്നായിരുന്നു. നേരത്തെ അവരുടെ വീട്ടുപേര് മറ്റെന്തോ ആയിരുന്നു പോലും. ചാത്തൻ സേവയുണ്ടായിരുന്നവർ എന്ന നിലയിലാണ് നാട്ടുകാർ പറഞ്ഞ് അവരുടെ വീട്ടുപേര് ചാത്തൻ പറമ്പിൽ എന്നായത്. കാണാതാകുമ്പോൾ അവർ ചാത്തൻ പറമ്പിൽക്കാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചാത്തൻ പറമ്പിൽക്കാരെ കാണാനില്ലെന്ന് പരാതി കൊടുത്ത ആളുടെ പേര് ശ്രീധരൻ എന്നാണ്. 50 വയസ്സ് കഴിഞ്ഞ അരോഗദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. അയാളെ കണ്ടാൽ തന്നെ അറിയാം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് എന്ന്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ ശ്രീധരന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മനസ്സിലായി സാർ. ഈ ഉപേന്ദ്രൻ സാർ വന്നപ്പോൾ ഞാൻ അക്കാര്യം പറഞ്ഞിരുന്നതാണ്. അവരെ കാണുന്നില്ല എന്നുള്ള വിവരം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളും ആ വീടുമായുള്ള അടുപ്പം എങ്ങനെയാണ്? അയാൾ വിശദമായി തന്നെ പറഞ്ഞു തുടങ്ങി. ശ്രീധരനും ഭാര്യ രമണിയും ചാത്തൻ പറമ്പിൽക്കാരുടെ വീട്ടിലെ സ്ഥിരം പണിക്കാരാണ്. ശാരീരിക അധ്വാനം അധികം വേണ്ടാത്ത പണികൾ രമണി ചെയ്യും. കഠിനമായി അധ്വാനിക്കേണ്ട പണികൾ ശ്രീധരനും ചെയ്യും. ശ്രീധരനും രമണിക്കും ചെയ്തു തീർക്കാൻ കഴിയാത്ത പണികൾ ഉണ്ടെങ്കിൽ മാത്രമേ വേറെ ആളുകളെ വിളിക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ. അവരെ കാണാതാകുന്നത് ഒരു മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസം ആദ്യം മരച്ചീനി പറിച്ച് ഉണങ്ങി തട്ടിൻപുറത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് പണികൾ ഒന്നുമില്ല. പുതുമഴ പെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ പണിയുടെ തിരക്കുള്ളത്. അത്രയും കാലം ഉത്സവവും മറ്റുമായി ശ്രീധരനും രമണിയും തിരക്കിലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ചാത്തൻ പറമ്പിലേക്ക് എല്ലാ ദിവസവും പോകാറില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അവർ ആരെയെങ്കിലും പറഞ്ഞു വിടുകയാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അവരെ കാണാതായത് എന്നു മുതലാണ് എന്ന് കൃത്യമായി അറിയാൻ നിർവാഹമില്ല. ശ്രീധരൻ അത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ ജീവൻ ജോസിന് ഒരു സംശയം.
പണികളൊന്നുമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രീധരൻ അവിടെ പോയത്? അതിന് തൃപ്തികരമായ മറുപടി കൊടുക്കാൻ ശ്രീധരന് കഴിയില്ലേ? വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും കാണുന്ന കുറവുകളും കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. കുറച്ചായാലും മതി. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരം. നാളെ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. ഓക്കേ.